ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ഒരു അത്ഭുതവും സംഭവിച്ചില്ല, ഒരു തിരിച്ചുവരവും സംഭവിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, റയൽ മാഡ്രിഡ് സ്വന്തം മൈതാനത്ത് ഒരിക്കൽ കൂടി പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ 1-2 ഗോളുകൾക്കാണ് ആഴ്സണൽ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ട് റയലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ പാദത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് റയൽ തോറ്റിരുന്നു. ഇതോടുകൂടി അഗ്രിഗേറ്റിൽ 1-5 ഗോളുകളുടെ ഒരു വലിയ തോൽവിയാണ് റയലിന് ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ കാണാതെ റയൽ മാഡ്രിഡ് ഇപ്പോൾ പുറത്താവുകയും ചെയ്തിട്ടുണ്ട്. സ്വന്തം മൈതാനത്ത് തിരിച്ചു വരാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു റയൽ മാഡ്രിഡ് ഉണ്ടായിരുന്നത്. എന്നാൽ ആഴ്സണലിന്റെ ഡിഫൻസ് കട്ടക്ക് റയലിനെ പൂട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. മത്സരത്തിന്റെ 13ാമത്തെ മിനിറ്റിൽ ആഴ്സണലിന് അനുകൂലമായി കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചു. എന്നാൽ ബുക്കയോ സാക്ക അത് പാഴാക്കുകയായിരുന്നു. പിന്നീട് 23ാമത്തെ മിനിറ്റിൽ റയലിന് അനുകൂലമായി കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു. പക്ഷെ പിന്നീട് അത് ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ആദ്യ പകുതിയിൽ ഗോളുകൾ ഒന്നും പിറന്നിരുന്നില്ല. എന്നാൽ 65ാമത്തെ മിനിറ്റിൽ ബുക്കയോ സാക്കയുടെ ഗോൾ പിറന്നു. മെറീനോയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു സാക്ക ഗോൾ നേടിയിരുന്നത്. പക്ഷെ 67ാമത്തെ മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ ഒരു ഗോൾ തിരിച്ചടിക്കുകയായിരുന്നു. പിന്നീട് മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ബ്രസീലിയൻ താരമായ ഗബ്രിയേൽ മാർട്ടിനെല്ലി ഒരു ഗോൾ കണ്ടെത്തുകയായിരുന്നു. 93ാമത്തെ മിനിറ്റിലാണ് ഈ ഗോൾ പിറന്നത്. മെറീനയായിരുന്നു അതിന് അസിസ്റ്റ് നൽകിയിരുന്നത്. ഇതോടുകൂടിയാണ് ആഴ്സണൽ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ടും ഇപ്പോൾ റയലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഒരു വലിയ തോൽവിയാണ്, ഒരു നാണം കെട്ട തോൽവിയാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ റയലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇതോടുകൂടി ആഴ്സണൽ സെമി ഫൈനൽ പ്രവേശനം സാധ്യമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതേസമയം ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ബയേണും ഇന്റർ മിലാനും സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. 2 ടീമുകളും 2 ഗോളുകൾ വീതം നേടി. പക്ഷേ അഗ്രിഗേറ്റിൽ വിജയിക്കാൻ ഇന്റർ മിലാന് കഴിഞ്ഞിട്ടുണ്ട്. 3-4 ഗോളുകൾക്ക് അവർ വിജയിക്കുകയായിരുന്നു. അങ്ങനെ ഇന്റർ മിലാൻ ഇപ്പോൾ സെമി ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഗോളുകൾ ഒന്നും പിറന്നിരുന്നില്ല. 52ാമത്തെ മിനിറ്റിൽ ഹാരി കെയ്ൻ ബയേണിന് ലീഡ് നേടിക്കൊടുത്തു. പക്ഷെ പിന്നീട് ഇന്റർ മിലാൻ 2 ഗോളുകൾ തിരിച്ചടിക്കുകയായിരുന്നു. ലൗറ്ററോ മാർട്ടിനസ്, ബെഞ്ചമിൻ പവാർഡ് എന്നിവരായിരുന്നു ഇന്ററിന് വേണ്ടി ഗോൾ നേടിയിരുന്നത്. പിന്നീട് 76ാമത്തെ മിനിറ്റിൽ എറിക് ഡയർ ബയേണിന് വേണ്ടി ഒരു ഗോൾ നേടി എന്നുള്ളതാണ്. പക്ഷെ മത്സരം 2-2 എന്ന നിലയിൽ കലാശിച്ചതോടുകൂടി ഇന്റർ മിലാൻ സെമി ഫൈനലിന് യോഗ്യത സ്വന്തമാക്കുകയായിരുന്നു. ഇപ്പോൾ സെമി ഫൈനൽ ലൈനപ്പ് പൂർത്തിയായിട്ടുണ്ട്. അതായത് ഇന്റർ മിലാനും FC ബാഴ്സലോണയും തമ്മിലാണ് ഏറ്റുമുട്ടുക. മറ്റൊരു സെമി ഫൈനൽ മത്സരത്തിൽ ആഴ്സണലും PSG യും തമ്മിൽ മാറ്റിരക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.